ഉപ്പു സത്യാഗ്രഹം ദണ്ഡി മാർച്ച് എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു നിർണായക സംഭവമായിരുന്നു ഇത്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ബ്രിട്ടീഷ് സർക്കാർ ഉപ്പിന്മേൽ നികുതി ചുമത്തുകയും ഉപ്പ് നിർമ്മാണത്തിൽ കുത്തക സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ഇത് സാധാരണക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി. ഈ അനീതിക്കെതിരെയായിരുന്നു സത്യാഗ്രഹം. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ഈ സമരം നടന്നത്. അഹിംസ എന്ന തത്വത്തിൽ അധിഷ്ഠിതമായ ഒരു ബഹുജന സമരമായിരുന്നു ഇത്. 1930 മാർച്ച് 12-ന് ഗാന്ധിജിയും 78 അനുയായികളും സബർമതി ആശ്രമത്തിൽ നിന്ന് ഗുജറാത്തിലെ ദണ്ഡി തീരത്തേക്ക് കാൽനടയായി യാത്ര ആരംഭിച്ചു. ഏകദേശം 390 കിലോമീറ്റർ ദൂരമുള്ള ഈ യാത്ര 24 ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. 1930 ഏപ്രിൽ 6-ന് ദണ്ഡിയിൽ വെച്ച് ഗാന്ധിജി കടൽവെള്ളത്തിൽ നിന്ന് ഉപ്പ് ഉണ്ടാക്കി ഉപ്പു നിയമം ലംഘിച്ചു. ഇത് സിവിൽ നിയമ ലംഘന പ്രസ്ഥാനത്തിൻ്റെ തുടക്കമായിരുന്നു. ഗാന്ധിജിയുടെ ഈ പ്രവൃത്തി രാജ്യമെമ്പാടും വലിയ സ്വാധീനം ചെലുത്തി. നിരവധി ആളുകൾ, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉപ്പു നിയമം ലംഘിക്കപ്പെട്ടു. കേരളത്തിൽ കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് ഒരു ഉപ്പു സത്യാഗ്രഹ യാത്ര നടന്നു. സത്യാഗ്രഹത്തെ ബ്രിട്ടീഷ് സർക്കാർ ക്രൂരമായി അടിച്ചമർത്താൻ ശ്രമിച്ചു. ഗാന്ധിജിയെയും മറ്റ് 80,000-ഓളം ആളുകളെയും അറസ്റ്റ് ചെയ്തു. എന്നിരുന്നാലും സമരം കൂടുതൽ ശക്തിപ്പെട്ടു. ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുകയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വലിയ പിന്തുണ നേടിയെടുക്കുകയും ചെയ്തു. ഉപ്പു സത്യാഗ്രഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പുതിയ അധ്യായം കുറിച്ചു. ഇത് ഗാന്ധി-ഇർവിൻ ഉടമ്പടിയിലേക്ക് നയിക്കുകയും രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കാൻ കാരണമാവുകയും ചെയ്തു. ഉപ്പു സത്യാഗ്രഹത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ലോങ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. കൂടാതെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്